അല്ല, അതിനെക്കുറിച്ച് പറയാനുള്ള സമയമല്ലല്ലോ ഇത്. BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വാനോളമാണ്. കേരളത്തിൽ നിന്ന് ഒരു ശക്തമായ രാഷ്ട്രീയ വ്യതിയാനം വെളിവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്. അതിന് ഞങ്ങളുടെ ബാക്ക് ബോൺ, ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ശ്രീ നരേന്ദ്രമോദി. ആ ഒരു സിമ്പല് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും. അവർ രാഷ്ട്രത്തിന്റെ പുരോഗതി മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളവും അതിന്റെ ഭാഗമാവണം. കേരളത്തിനും തടയിടുന്നവരുടെ ഒരു ശക്തി കുറച്ചുകൊണ്ട് ആ വികസനം കേരളത്തിനും പൂർണ്ണമായും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നത് പോലെ ലഭിക്കണമെന്ന് പറയുന്ന ഉന്നം വെച്ച് രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയ ചിന്താഗതി മറക്കുകയല്ല, പക്ഷെ തൽക്കാലം മാറ്റിവെച്ച ഒരു ശ്രമം ഈ 5 വർഷത്തേക്ക് നടത്തും എന്ന് പറയുന്ന വിശ്വാസം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പാർലമെന്റിലെ സാന്നിധ്യം കേരളത്തിൽ ഗണ്യമായ രീതിയിൽ നല്ല അളവിൽ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഇല്ല, അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശക്തമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ഇൻചാർജുമാരെയും കണ്ടു കഴിഞ്ഞു. അവരുമായിട്ട് 1-to-1 മീറ്റിംഗ് ആയിക്കഴിഞ്ഞു. അവിടെ ചുവരെഴുത്തും നേരിട്ട് പോയി താമരയിതളിന് നിറം ചാർത്തിയും വന്നു കഴിഞ്ഞു. ഏതാ വിജയം മാത്രം സമ്മാനിക്കണേ എന്ന പ്രാർത്ഥന. ട്രിവാൻഡ്രം അങ്ങനെ ഒരു 3-4 മണ്ഡലങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകുന്നതോടുകൂടി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്കും ഒരു വിശ്വാസം വേണം. അപ്പോ അത് എനിക്കറിയില്ല. അത് പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ള കാര്യമല്ലല്ലോ. അദ്ദേഹത്തോട് അല്ല, അത് പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിലോ മനസ്സിലോ ഉള്ള കാര്യമല്ലല്ലോ ഇവിടെ പറയേണ്ടത്. പാർട്ടിയുടെ ഒരു പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു. അതിന്റെ നിശ്ചയങ്ങൾ എന്താണെന്ന് ഏകദേശ രൂപമായിട്ടുണ്ട്. കൂടുതൽ മീറ്റിംഗുകളുണ്ടാവും. ആ ചർച്ചയിൽ നിന്നൊരു ഫൈനൽ ഡിസിഷൻ അവിടെ ഉണ്ടാവുന്നത് മാത്രം ചുമന്നുകൊണ്ടുവരാനേ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പാർട്ടിയുടെ അല്ലല്ലോ. അല്ല, ഒന്നും പറയാറായിട്ടില്ല. അതൊക്കെ അവര് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കേരളം പോലെയുള്ള ദൂരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നരേന്ദ്രമോദി നടത്തിപ്പോരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു പിടി മന്ത്രിമാർ അതിന് ഉന്നം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊരു പുറകോട്ടൊരു യാത്ര നടത്തി നോക്കിയാൽ അല്ല, അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇത് ചർച്ചയും നടന്നത്. അതിന് മുന്നിട്ട് ഇറങ്ങിയത് ഞാൻ തന്നെ. അല്ല, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റ് ആണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ. പക്ഷെ എല്ലാം ശ്രമമാണ്. പക്ഷെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. താങ്കൾ തന്നെയാണോ ഈ പേര് മുന്നോട്ട് വെച്ചത്, ഈ ശോഭനയുടെ പേര്? അത് ഞാൻ പറയാൻ പാടില്ല. അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയല്ലല്ലോ. കേട്ടില്ല. മോദി ആര് ശക്തമായി നേരിടുമെന്നതാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം. ജനങ്ങളാണല്ലോ ഇത്. ഇടതോ വലതോ അല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. ഇത് ഇടതും വലതും അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇത് ആര് തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് വീരവാദം മുഴക്കാം. ഇതാ ബൂത്തിലെത്തി ഒരു ചിഹ്നമല്ല അവർ തെരഞ്ഞെടുക്കുന്നത്. അവരുടെ 5 വർഷത്തെ ജീവിതമാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അവിടെ സമ്മതിദായകൻ അല്ലെങ്കിൽ സമ്മതിദായിക തീരുമാനിക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ. ഒരു വീരവാദവും മുഴക്കാനല്ല. ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യോഗ്യരായ മറ്റു സ്ഥാനാർത്ഥികളുമുണ്ട്. എല്ലാവരുടെയും സമ്മതവും എല്ലാവരുടെയും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനും നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തേ മതിയാകും.
അത് വരട്ടെ. അവരെന്നെ അറിയിക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വം അറിയും. അതിനുശേഷം തീരുമാനമുണ്ട്. അതെനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുള്ള സമയം ഇനിയില്ല. ഏകദേശം നിശ്ചയമായിട്ടുണ്ട്. ശോഭന വരും. അല്ലല്ല, ഒരു നിശ്ചയം ഉണ്ടായിട്ടുണ്ടാവും. ആ നിശ്ചയം നേതാക്കൾ പറയും. കഴിഞ്ഞ തവണ തൃശ്ശൂർ ഞാനിങ് എടുക്കുമെന്ന താങ്കളുടെ പ്രഖ്യാപനം വലിയ ആവേശകരമായിരുന്നു ജനങ്ങൾക്കിടയിൽ. ഇത്തവണ അങ്ങനെ വല്ല എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനം ഉണ്ടോ? അങ്ങനെ അത് പ്രഖ്യാപനമല്ലല്ലോ, അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞതാണ്. അന്നേരം തോന്നി ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന്, നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിട്ടാ പറഞ്ഞ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ തന്നാൽ എടുത്തിരിക്കും. മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തതയായില്ല. ഏതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തതയായില്ല. എതിർ സ്ഥാനാർത്ഥിയോ ആയില്ലേ? നിങ്ങളല്ലേ പ്രചരിപ്പിച്ചത്? ആ എതിരാളികളെ എങ്ങനെ വിലയിരുത്തുന്നുള്ളതാണ്. എതിരാളികളല്ലല്ലോ, അവർ പോരാളികളാണ്. എതിരാളികളല്ല. എതിരാളിയെന്ന് നിങ്ങൾ നിശ്ചയിക്കാതെ അത് ജനങ്ങൾക്കറിയാം, വ്യക്തമായിട്ടറിയാം. ജയസാധ്യതല്ല, ജയം ആർക്കാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അവരുടെ നിശ്ചയം പറയട്ടെ.